മുഖ്യമന്ത്രി ചർച്ചകളിൽ പരസ്യ പ്രസ്താവന KPCC നേതൃത്വം വിലക്കിയിട്ടും നേതാക്കൾക്കായി കോൺഗ്രസിൽ ഫ്ലക്സ് പോര് തുടരുകയാണ്. വി.ഡി. സതീശനെ നിയുക്ത മുഖ്യമന്ത്രി എന്ന് വിശേഷിപ്പിച്ച് മലപ്പുറത്ത് ഫ്ലക്സ് ബോർഡ് ഉയർന്നു. മലപ്പുറത്തിന് പിന്നാലെ കോഴിക്കോട് DCC ഓഫീസിന് സമീപത്തും വി.ഡി. സതീശനായി ഫ്ലക്സ്. ടൂർണമെന്റ് ജയിച്ചാൽ കപ്പ് വാങ്ങുന്നത് ക്യാപ്റ്റൻ എന്ന് ഫ്ലക്സിൽ. എറണാകുളം DCC ഓഫീസിന് എതിർവശത്ത് വി.ഡി. സതീശനെ എതിർത്തും രമേശ് ചെന്നിത്തലയെ അനുകൂലിച്ചും ഫ്ലക്സ് ബോർഡ് സ്ഥാപിച്ചു. ഇതിനിടെ രമേശ് ചെന്നിത്തല ഡൽഹിയിലെത്തി. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് സജീവമായി പരിഗണിക്കുന്നതിനിടയിലാണ് മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തലയുടെ ഡൽഹി സന്ദർശനം ചർച്ചയാകുന്നത്. മഹാരാഷ്ട്രയിലെ DCC അധ്യക്ഷ തെരഞ്ഞെടുപ്പ് ചർച്ചകൾക്കായാണ് രമേശ് ചെന്നിത്തല ഡൽഹിയിലെത്തിയത്. UDF അധികാരത്തിൽ വന്നാൽ വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാകണമെന്ന മുസ്ലിം യോഗത്തിലെ ചർച്ചകളെ വിമർശിച്ച് CPM നേതാവ് AK ബാലൻ രംഗത്ത് വന്നു. ലീഗിലെ ചർച്ചകൾക്ക് പിന്നിൽ ജമാഅത്ത് ഇസ്ലാമിയാണെന്നാണ് AK ബാലന്റെ വിമർശനം. 3 പേരല്ല ഉള്ളത്, ഇപ്പം 4 പേരുണ്ട്. PK കുഞ്ഞാലിക്കുട്ടിയും കൂടിയും വന്നിട്ടുണ്ട്. ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് പ്രഖ്യാപിക്കാൻ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അതിനു മുമ്പ് നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ കാണുന്ന വൃത്തികേടെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ജനങ്ങളോടുള്ളൊരു വെല്ലുവിളിയാണ്. മുഖ്യമന്ത്രി ചർച്ച കൊടുക്കുന്നതിനിടെ വി.ഡി. സതീശനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഫ്ലക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. തവനൂർ മണ്ഡലത്തിലെ തിപ്രങ്ങോട് പെരിന്തലൂർ ഭാഗത്താണ് സതീശനെ അനുകൂലിക്കുന്ന ഫ്ലക്സ് പ്രത്യക്ഷപ്പെട്ടത്. നേരത്തെ തവനൂർ പാറപ്പുറത്തും സതീശനെ അനുകൂലിച്ച് ഫ്ലക്സ് സ്ഥാപിച്ചിരുന്നു. സതീശിന്റെ തട്ടകമായ എറണാകുളത്താണ് അദ്ദേഹത്തെ എതിർക്കുന്നതും രമേശ് ചെന്നിത്തലയെ അനുകൂലിക്കുന്നതുമായ ഫ്ലക്സ് പ്രത്യക്ഷപ്പെട്ടത്. എറണാകുളം DCC ഓഫീസിന് എതിർവശത്താണ് ഫ്ലക്സ് സ്ഥാപിച്ചത്. വി.ഡി. സതീശൻ PR പണി നിർത്തണമെന്നാണ് ഫ്ലക്സിലെ വാചകം. കോൺഗ്രസ് ഫാമിലി എന്ന പേരിലാണ് ഫ്ലക്സ് സ്ഥാപിച്ചിരിക്കുന്നത്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.